പേരമക്കളെ പ്രവാസികളാ. അല്ലാഹുവേ, ഞങ്ങളെ ഭർത്താക്കന്മാർ പ്രവാസികളാ. ഈ കൂട്ടത്തില് പലരും പ്രവാസികളാണ്. അവരെ ജനാദപ്പെട്ടിയിലാക്കി നാട്ടിലേക്ക് കൊണ്ടുവരേണ്ട ഒരവസ്ഥ വരുത്തല്ല റബ്ബേ. അങ്ങനത്തെ ഒരവസ്ഥ വരുത്തല്ല റബ്ബേ. സമാധാനം നൽകണല്ലോ, സന്തോഷം നൽകണല്ലോ. അല്ലാഹുവേ, ഒരുപാട് പേര് രോഗികളാണ്. തലയുടെ മൂർത്താവ് മുതൽ കാലിന്റെ പല്ല് വരെ രോഗമാണ്. ഇന്നലെ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് സുബഹിന്റെ മുമ്പ് ഇരിക്കുന്ന സമയത്ത് ഒരു ഉമ്മയുടെ ഫോൺ കോള് വന്നു. കരഞ്ഞ് അട്ടഹസിച്ചിട്ട് എന്നോട് പറഞ്ഞു, 13 വയസ്സ് പ്രായമായൊരു മോനാ, തലവേദന സഹിക്കാൻ കഴിയുന്നില്ല, ഡോക്ടർമാരെ കാണിച്ചു, മൈഗ്രൈനാണെന്ന് പറഞ്ഞു, മരുന്നിങ്ങനെ കുടിച്ചു. ഇപ്പൊ മെഡിക്കൽ കോളേജിലേക്ക് എഴുത്തു തന്നു. ഇന്നലെ മെഡിക്കൽ കോളേജിൽ വന്ന് ടെസ്റ്റ് ചെയ്തപ്പോ ഡോക്ടർമാര് വിധി എഴുതി, തലയിൽ വലിയ മുഴയാണ്, ട്യൂമറാ. ഉമ്മ കരച്ചിലാണ്. എന്റെ മകനില്ലാതെ ജീവിക്കാൻ എനിക്ക് കഴിയില്ല, എന്റെ മകനെ എനിക്ക് തിരിച്ചു തരണമെന്ന് പറഞ്ഞ് കരഞ്ഞു റബ്ബേ. അങ്ങനത്തെ ഒരവസ്ഥ വരുത്തല്ല റബ്ബേ. ഞങ്ങള് ജീവിച്ചിരിക്കുമ്പോ ഞങ്ങളെ മക്കളെ മയ്യത്ത് നിസ്കരിക്കേണ്ട അവസ്ഥ വരുത്തില്ല റബ്ബേ. അല്ലാഹുവേ, രോഗങ്ങൾ തന്ന് പരീക്ഷിക്കല്ല റബ്ബേ. അല്ലാഹ്, നിന്നോടല്ല സങ്കടങ്ങൾ ഞങ്ങൾ ആരോടാ പറയാ? എന്നും ദാരിദ്ര്യമാണ്. എത്ര കിട്ടിയാലും ബറക്കത്തില്ല റബ്ബേ. കിട്ടുന്ന സമ്പത്തിന് ബറക്കത്ത് നൽകുക റബ്ബേ. കിട്ടുന്ന സമ്പത്തിന് ബറക്കത്ത് നൽകുക റബ്ബേ. നിങ്ങളത് സ്വീകരിക്കണല്ലോ, സ്വീകരിക്കണല്ലോ. അല്ലാഹുവേ, ധാരാളം സമ്പത്ത് നൽകണല്ലോ, ധാരാളം സമ്പത്ത് നൽകണല്ലോ. കല്യാണം ശരിയാവാത്ത ഒരുപാട് ആൺകുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ട്, വിധവകളുണ്ട്. റബ്ബേ, അവർക്ക് ഹൈറായ തുണകൾ നൽകണല്ലോ, ഹൈറായ തുണകൾ നൽകണല്ലോ. ഞങ്ങളെ മക്കളെ കാക്കണല്ലോ, നല്ല കൂട്ടുകാരെ കൊടുക്കണല്ലോ. ഞങ്ങളെ ആൺമക്കളും ഞങ്ങളെ പെൺമക്കൾക്ക് നല്ല കൂട്ടുകാർ, നല്ല കൂട്ടുകാരികളെ കൊടുക്കണല്ലോ. ഞങ്ങളെ ഭാര്യമാരെ കാക്കണല്ലോ, ഞങ്ങളെ ഭർത്താക്കന്മാരെ കാക്കണല്ലോ. പ്രണയത്തിന്റെ പ്രലോഭനങ്ങളിൽ പെടുത്തല്ല റബ്ബേ. അല്ലാഹുവേ, പ്രണയത്തിന്റെ പ്രലോഭനങ്ങളിൽ പെടുത്തല്ല റബ്ബേ. പ്രണയത്തിൽ പെട്ടുപോയവർക്ക് മോചനം നൽകണമല്ല. സിഹറുകാരന്റെ സിഹറിൽ നിന്ന് കാക്കറബ്ബേ. കണ്ണേറുകാരന്റെ കണ്ണേറിന്ന് കാക്കണല്ല. അല്ലാ, കിലോമീറ്ററുകളോളം താണ്ടി ഉറക്കമൊടിച്ച് രോഗങ്ങൾ വകവെക്കാതെ കുടക്കാട് വന്ന് എന്റെ കുട്ടിയോട് എന്റെ സങ്കടങ്ങൾ പറഞ്ഞാൽ അതിന് പരിഹാരം ഉണ്ടാകുമെന്ന് വിശ്വാസത്തോടെ വന്നവരാ. അല്ലാഹുവേ, നീ വെറുതെയാക്കല്ല റബ്ബേ. ഇരിക്കുന്ന ഇരുത്തം വെറുതെയാക്കല്ല റബ്ബേ. വർഷങ്ങളോളമായി തങ്ങന്മാരടുത്തും ഉസ്താദുമാരടുത്തും ഡോക്ടർമാരടുത്തും കയറി ഇറങ്ങുന്നു. സുബ്ഹാനല്ലാഹ്, ഒരു ഫളിലും കിട്ടുന്നില്ല. ഇനി ഒരു സ്ഥലത്ത് പോകേണ്ട അവസ്ഥ വരുത്തല്ല റബ്ബേ. ഒരു തങ്ങന്മാർക്കും ഒരു ഉസ്താദുമാർക്കും ഡോക്ടർമാർക്കും പൈസ കൊണ്ടുപോയി കൊടുക്കേണ്ട അവസ്ഥ വരുത്തല്ല റബ്ബേ. ഇവിടെ നിന്ന് പരിഹാരം കാണിക്കണല്ലോ. യൂട്യൂബിലൂടെ ഒരുപാട് പേര് മജ്‌ലിസ് കാണുന്നുണ്ട്. അവരുടെ വിഷമങ്ങളും മാറ്റിക്കൊടുക്കണല്ലോ. ഞങ്ങളെ കണ്ണുനീര് വെറുതെയാക്കില്ല റബ്ബേ. ആയുസ് നൽകണല്ലോ, ആഫിയത്ത് നൽകണല്ലോ, ആരോഗ്യം നൽകണമല്ലോ. അല്ലാഹുവേ, തീമക്കളെ സഹായിക്കാൻ പൈസ തന്നവരുണ്ട്, പാവപ്പെട്ടവർക്ക് പൈസ തന്നവരുണ്ട്, സ്ഥലം വാങ്ങാൻ പൈസ തന്നവരുണ്ട്. എന്തിനേറെ പറയണം, ഇന്നലെ നമ്മൾ ദർസ് തുടങ്ങിയിട്ടുണ്ട് 50 മക്കളെ വെച്ചിട്ട്. ആ മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഏറ്റവുണ്ട്, അരി കൊടുക്കാൻ ഏറ്റവരുണ്ട്. ദുനിയാവും ആഖിറവും നന്നാക്കി കൊടുക്കണമല്ല. ഖബർ മുതൽ മഹ്ശറ വരെ ഒരു വിഷമവും നീ കൊടുക്കല്ല റബ്ബേ. സിറാത്ത് പാലം മുളക്കമാക്കണമല്ല. അല്ലാഹുവേ, ഞങ്ങളെ ദോഷങ്ങൾ പുറക്കണല്ലോ. മരിക്കുന്നതിന്റെ മുമ്പ് ഒരു തവണയെങ്കിലും ഉംറ ചെയ്യാനുള്ള ഭാഗ്യം നൽകണല്ല. കിബർ തരല്ല റബ്ബേ, ഹസദ് തരല്ല റബ്ബേ, അസൂയ തരല്ല അല്ലാഹ്. അല്ലാഹുവേ, ഒരാളെ ഹക്ക് ഭക്ഷിക്കേണ്ട വയറ് ഞങ്ങൾക്ക് തരല്ല റബ്ബേ. ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണല്ലോ, ആയുസ് നൽകണല്ലോ, ആഫിയത്ത് നൽകണല്ലോ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. حسبنا الله ونعم الوكيل ونعم المولى ونعم النصير. ولا حول ولا قوة إلا بالله العلي العظيم. آمين آمين برحمتك يا أرحم الراحمين. توسلنا ببسم الله وبالهادي رسول الله
وكل مجاهد لله وأهل البدر يا الله صلاة الله إلهي سلم الأمة من